ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ഹാജരായത്. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, എപ്പോഴാണ് ഹാജരായത്? നേരത്തെ നമുക്കറിയാം അറസ്റ്റ് നേരത്തെ കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഹാജരാകൽ എന്നുള്ളതാണ്. എപ്പോഴാണ് ഹാജരായത്? രാഖി, അല്പസമയം മുമ്പാണ് എസ് ജയശ്രീ, മുൻ ദേവസ്വം സെക്രട്ടറിയാണ് എസ് ജയശ്രീ, SITക്ക് മുമ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായത്. 10:30 തന്നെയാണ് ഹാജരായത്. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. നിരവധി തവണ ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, എന്നാൽ ഹാജരായില്ല. തുടർന്ന് മുൻകൂർ ജാമ്യ അപേക്ഷ സമർപ്പിക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുന്നത്. ഈ സ്വർണ്ണം പാളികൾ അത് ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെച്ചത് ജയശ്രീയാണ്. ജയശ്രീ 2018-19 കാലത്ത് ദേവസ്വം സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന സമയത്താണ് ഈ കേസ് നടക്കുകയും ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ആ സമയത്താണ് ഈ ദേവസ്വം രേഖകളിൽ സ്വർണം ചെമ്പായി രജിസ്റ്റർ ചെയ്യുന്നതുമായി രേഖകളിൽ ഒപ്പുവെച്ചത് ജയശ്രീയാണ്. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയശ്രീ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 ജയശ്രീ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും. നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും ചോദിക്കാനുണ്ടാകും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്. കാരണം ഈ സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള രേഖകൾ തയ്യാറാക്കിയ ആ സമയത്ത് ആ രേഖകളിൽ ഒപ്പുവെച്ചത് ജയശ്രീയാണ്. അതുകൊണ്ട് തന്നെ ജയശ്രീക്കും വ്യക്തമായ പങ്കുകളുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ജയശ്രീയുടെ ശാരീരിക അസ്വസ്ഥതകൾ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതടക്കം ചെയ്തത്. എന്തായാലും ഈ ശാരീരിക അസ്വസ്ഥതകളടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വീണ്ടും നാളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ്. നിരവധി ഈ വിഷയത്തിൽ നേരത്തെ പലതവണ ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിൽ പോലും ജയശ്രീ ചോദ്യം ചെയ്യാൻ ഹാജരായിരുന്നില്ല. അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു അറസ്റ്റ് നടപടികൾ കൂടി ഭയന്നുകൊണ്ടാണ് മുൻകൂർ ജാമ്യ അപേക്ഷ നൽകുകയും തുടർന്ന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് തടഞ്ഞതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടാകും. സ്വർണ്ണം കവർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത്. കേസിലെ നാലാമത്തെ പ്രതിയാണ് ഈ ജയശ്രീ. ശബരിമല സ്വർണ്ണ കവർച്ച കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പല ഘട്ടങ്ങളിലായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. നിരവധി അറസ്റ്റുകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ആണ് വീണ്ടും ഈ ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഇനി തുടർന്ന് നമുക്ക് അല്പസമയത്തോടെ അറിയാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്നാണ് ഹാജരായത്. നേരത്തെ നിരവധി തവണ ഹാജരാകുമെന്നുള്ള അടക്കമുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് ഹാജരാകാതെ ഇരിക്കുന്നൊരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ SITക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി പ്രശാന്ത്, ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് ക്ഷേത്രധ്വംസനം. ക്ഷേത്രഭൂമികളും പ്രതിഷ്ഠകളും വിവേചനരഹിതമായും ഏകപക്ഷീയമായും ഏറ്റെടുത്തുവെന്ന് ദേവസ്വം കമ്മീഷണർ. ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും